എലൈറ്റ് എക്സ്പേർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി മാത്യു. ഞാൻ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന എലൈറ്റിൽ. എലൈറ്റ് എക്സ്പേർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ PEBC, CAPS, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE, റീസെന്റ് നമ്മൾ ഓപ്പറയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഠിപ്പിക്കാൻ. സോ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ എലൈറ്റ് എക്സ്പേർട്ടൈസിന് CAPSന്റെ റിസൾട്ടിൽ 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു. സോ നമ്മുടെ കൂടെ ഉള്ളത് കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ ലാസ്റ്റ് ജൂലൈ ബാച്ചിൽ CAPS എഴുതി ക്വാളിഫൈ ആയിട്ടുള്ള ആളാണ്. കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണപ്രിയ. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്, വളരെ ഹാപ്പി, പിന്നെ വളരെ ഗ്രേറ്റ്ഫുള്ളും ആണ് ഈ ഒരു സക്സസ് കിട്ടിയതിന്. കൃഷ്ണപ്രിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറയാമോ? എവിടെയാ പഠിച്ചത്, ഗ്രാജുവേഷൻ എവിടെ ഫിനിഷ് ചെയ്തെന്നൊക്കെ? ഞാനാണെങ്കിൽ ആക്ച്വലി MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 2006 BPharm കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ 2018 തൊട്ട് ഞാൻ ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോവിഡ് വന്നിട്ട് എല്ലാം ക്ലോസ് ആയിപ്പോയി. പിന്നെ എനിക്ക് അന്നേരം വരാൻ പറ്റിയില്ല. അന്നേരം തൊട്ട് CAPS എഴുതണം എന്ന് ഞാൻ പല ഏജൻസികളിലും അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞ CAPS എഴുതിയാലും നല്ലതാണ് ഫാർമസിസ്റ്റ് ആയിട്ട് പോകാനായിട്ട്. അപ്പൊ അന്ന് തൊട്ട് ഇങ്ങനെ CAPS എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദ്യം സെൽഫ് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നല്ല ഒരു കോച്ചിങ് കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് എലൈറ്റ് എക്സ്പേർട്ടൈസിന്റെ കാണുന്നത്. അങ്ങനെ ഞാൻ അന്നത്തെ അഡ്മിൻ ആയിരുന്ന രേഖയെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴത്തേക്കും അങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്തത്. എത്ര മന്ത്സ് CAPSന് പ്രിപ്പയർ ചെയ്തു? ഞാൻ ആക്ച്വലി കഴിഞ്ഞ നവംബറിൽ ജോയിൻ ചെയ്തതാ, മാർച്ചിൽ എക്സാം എഴുതാനായിട്ട്. പക്ഷേ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, മാർച്ചിൽ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പൊ ജൂലൈയിലാണ് എഴുതാൻ പറ്റിയത്. വളരെ ഹാപ്പി, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഹരിസ് സാറും ഹരിജ മാമും അവരുടെ ക്ലാസ് വളരെ എക്സലന്റ് ആണെന്ന് പറയാം. ഞാൻ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് അവരുടെ ആ ടീച്ചിങ് മെത്തേഡിലൂടെ നമുക്ക് നല്ല എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. വളരെ ഷോർട്ട് ടൈമിൽ എല്ലാം റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. ആ മാമിന്റെ ലെക്ചറൊക്കെ 3 പ്രാവശ്യം കേൾക്കണമെന്ന് പറയുന്നത് സാറിന്റെ ആണെങ്കിലും ഭയങ്കര എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അത് അവരുടെ പ്രത്യേകത. അങ്ങനെ ഇത് ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയി. ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന ആളായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ആകാൻ പറ്റിയത് അവരുടെ ആ ടീച്ചിങ് മെത്തേഡ് കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി CAPS പ്രിപ്പറേഷന്? CAPS പ്രിപ്പറേഷന് മാം പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുക, സാറ് പറയുന്ന പോലെ ഫോളോ ചെയ്യുക. 3 പ്രാവശ്യം ഓരോ ലെക്ചറും കേൾക്കുക. അതുപോലെ മോക്സ് ചെയ്യുക. മോക്സ് ചെയ്യുന്നത് നമുക്ക് ആ കൺസെപ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പം റിയൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഒന്നും പുതിയതായിട്ട് തോന്നത്തില്ല. എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഇപ്പൊ നമ്മള് എന്തെങ്കിലും അറിയാൻ വയ്യാത്താണെങ്കിൽ പോലും എക്സാമിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മാം ഇങ്ങനെ പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ആണെങ്കിൽ മാം പഠിപ്പിച്ചത് നമുക്ക് ഒത്തിരി എക്സാമിന് വന്നു ക്വസ്റ്റ്യൻസ്. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാൽക്കുലേഷൻസിനെ പറ്റി. പക്ഷെ റിസൾട്ട് വന്നപ്പോ അവരുടെ ടീച്ചിങ്ങിന്റെ പ്രത്യേകതയാണ്. നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ടാക്കിൾ ചെയ്യാൻ എങ്ങനെ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തത്? അത് നമ്മുടെ ഈ തിയറി ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ടല്ലോ, ആ ക്ലാസ് റെഗുലർ ആയിട്ട് നമ്മൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ റെക്കോർഡിങ്സ് കേൾക്കുന്നതുകൊണ്ടും നമുക്ക് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എല്ലാം ഇച്ചിരി നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ടീച്ചിങ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ചെയ്യാനായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
എത്ര സ്ട്രോങ് റിയലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിരന്റിനെ റെക്കമെൻഡ് ചെയ്യും? ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇതിന്റെ കോച്ചിങ്ങിലും ജോയിൻ ചെയ്യും. അങ്ങനെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ക്യാപ്സ് എഴുതുന്നവരോട്? ഇനിയും എഴുതുന്നവര് ഈ എലൈറ്റ് എക്സ്പെർട്ടിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സാറും മാമും പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. മാം പറയുന്നത് പോലെ 3 പ്രാവശ്യം ലെക്ചർ എല്ലാം കേൾക്കുക, മോക്സ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവും 100%. ഓക്കെ, അപ്പോ കൃഷ്ണപ്രിയയുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ലൈക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടട്ടെ, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇന്റർവ്യൂ. Okay, thank you so much.